കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ അനുകൂല സ്ഥിതിയിൽ വന്നാലും ശനി 8ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആദ്യം ഒരു തടസ്സത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മനോവ്യഥയുടെയോ അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 9ലെ രാഹുവും അവർക്ക് അത്ര നല്ല ഗുണമല്ല. എന്നാൽ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇവർക്ക് തീർച്ചയായിട്ടും മനസ്സിന് ഒരു ഈ പ്രതിബന്ധങ്ങൾക്കിടയിലും അതുപോലെ വെല്ലുവിളികൾക്കിടയിലുമൊക്കെ അവർക്ക് മനസ്സിന് കൂടുതൽ ഊർജ്ജസ്വലത നൽകാൻ സാധിക്കുന്നത് കൊണ്ട് ഒന്നും അവരെ സാരമായി ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ നല്ല വിജയം കാണുന്നുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ യാതൊരു മടിയും കൂടാതെ വെല്ലുവിളിയെയും വിമർശനങ്ങളെയും നേരിട്ട് കൊണ്ട് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു. നനഞ്ഞ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് നനഞ്ഞ വസ്ത്രം ധരിക്കുക, നനഞ്ഞ സ്ഥലത്ത് ഈർപ്പമുള്ള സ്ഥലത്ത് അധികം ഇരിക്കുക, ഇതൊക്കെ ഇവർക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. മൂക്ക്, കഴുത്ത് ഈ ഭാഗത്തൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് തണുത്ത വസ്തുക്കൾ കഴിക്കുന്നതിന് പകരം എല്ലാം തിളപ്പിച്ച് ആറ്റി കഴിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22, 23 പിന്നെ തുടക്ക ദിവസമായ 17, അതായത് 17, 22, 23 ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങളാണ്.